ആദ്യം രഹസ്യ വിവാഹം നടത്തി, പിന്നീട് ആഡംബര വിവാഹം നടത്തി. ഇങ്ങനെയാണ് പലരും ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന പ്രധാന പ്രശ്നം. ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം തന്നെ ആരോരും അറിയാതെ, ആരെയും അറിയിക്കാതെ സീക്രട്ടായി ഒരു വിവാഹം നടത്തി എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാവർക്കും നൊമ്പരമായി മാറിയിരിക്കുകയാണ്. വീട്ടിൽ പറയുന്നതിന് വളരെ മുൻപ് തന്നെ ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായിരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം ഞെട്ടലായി. പക്ഷേ ശരിക്കും സംഭവിച്ചത് മംഗൾസൂത്ര വഴി തനിക്ക് വിവാഹിതയാകണമെന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നുവെന്നും അതിന് വീട്ടുകാരുടെ സമ്മതം വേണ്ട എന്നുമാണ്. അത് ഒരു ഒളിച്ചോട്ട വിവാഹമല്ല. വീട്ടിൽ പറഞ്ഞതിന് ശേഷം തന്നെയാണ് അശ്വിനുമൊത്ത് ഞാൻ ആ ട്രിപ്പ് പോയത്. എന്നാൽ മംഗൾസൂത്ര ധരിക്കുന്ന സമയം ആരോടും പറഞ്ഞിട്ടില്ല. അതൊരു വലിയ വിവാഹ ചടങ്ങോ അങ്ങനെ ഒന്നുമല്ല. അതൊരു പവിത്രമായ കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊരു വലിയ വിവാഹ ചടങ്ങ് പോലെ വിശദീകരിക്കേണ്ട കാര്യം ഒട്ടുമേ ഇല്ല എന്ന് വേണം പറയാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്കും അശ്വിനും അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. കൂട്ടുകാർ ഒപ്പം നിന്നു. അങ്ങനെ അവർ എല്ലാം നടത്തി തന്നു. ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു മംഗൾസൂത്ര ധരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാലേ ഇത് ധരിക്കാൻ സാധിക്കൂ. അങ്ങനെ അശ്വിൻ എനിക്കത് വിവാഹം ചെയ്യുന്നത് പോലെ കഴുത്തിൽ അണിയിച്ചു തന്നു. അതിന് അത്രയും പവിത്രമായി തന്നെ താൻ കൊണ്ടു നടന്നു. അങ്ങനെയാണ് ഞാൻ അതിനെ സൂക്ഷിച്ചത്. അതൊരു വലിയ വിവാഹമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വിശദീകരിക്കുന്നത് പോലെ ഒരു വലിയ ഒളിച്ചോട്ടമായിട്ടോ ഒന്നുമല്ല. കൂട്ടുകാരെല്ലാവരും കൂടി പൂവെറിഞ്ഞ് അതൊരു വിവാഹം പോലെ ആക്കി. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് ദിയയുടെ ആരാധകർ തന്നെ പറയുന്നു. ദിയ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ദിയ അങ്ങനെ ശരിക്കും നല്ലൊരു കുട്ടിയാണ്. തീരെ മോശം സ്വഭാവമോ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെ പോലെ അങ്ങനെ ചെയ്യുന്ന ഒരാളോ അല്ല. മറ്റുള്ള കുട്ടികളെല്ലാവരും മാതാപിതാക്കളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാതെ ഒളിച്ചു നടക്കുമ്പോൾ ദിയ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും എനിക്കിന്നൊരാൾ ഇഷ്ടമാണെന്ന് ധൈര്യത്തോടെ പറയുകയും ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു കാര്യങ്ങൾക്കും റെസ്ട്രിക്റ്റഡ് അല്ല എന്ന് ദിയയും അഹാനയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണകുമാർ ആയാലും സിന്ധു ആയാലും അങ്ങനെയല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ഒരിക്കലും ഭയക്കേണ്ടി വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ദിയ എന്തിനാണ് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ തന്നെയും പറയാനുള്ളതും ഇതേ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ദിയ അങ്ങനെ ആരോടും ഒന്നും ചെയ്തിട്ടില്ല. ദിയയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ദിയ സാധിച്ചെടുത്തു. അത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നാണ് പറയേണ്ട കാര്യം. ദിയ അശ്വിൻ വിവാഹവും അതിനുശേഷം ഇവർ ഇന്നലെ പങ്കുവച്ച റീലും തന്നെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനൊരു റീല് ഇപ്പോൾ പങ്കുവച്ചത്? ഞങ്ങളെ എല്ലാവരെയും മന്ദബുദ്ധികളാക്കി എന്ന് അറിയിക്കാനാണോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ റീലിന് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നീടാണ് എല്ലാവരും ഇതിന്റെ സത്യം മനസ്സിലാക്കുന്നത്. ദിയയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ തടുക്കാൻ ആരുമല്ല എന്നുള്ള കാര്യം. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് അറിയാമെങ്കിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയോടും പറയുന്ന ഒരാൾ തന്നെയാണ് ദിയ എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ദിയയുടെ ഈ വാർത്തകൾ ഏറ്റെടുക്കപ്പെടുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.